ഹലോ എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ കറണ്ട് സർക്യൂട്ട് എന്ന സെക്ഷനിലേക്കാണ് പോകുന്നത്. പക്ഷേ അതിലേക്ക് മുന്നേ ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ട് സർക്യൂട്ട്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ്, അതായത് കുറച്ച് ടേംസ് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ടേംസ് റിലേറ്റഡ് ടു ആൾട്ടർനേറ്റിംഗ് കറണ്ട് സർക്യൂട്ട്സ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് ഇക്വേഷൻസ് ഓഫ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് ഇക്വേഷൻസ് ഓഫ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്താണെന്നുള്ളത് നോക്കാം. ഇ ഈക്വൽ ടു ഇ എം സൈൻ തീറ്റ. ഈ തീറ്റക്കാണ് നമ്മൾ ഒമേഗ ടി. ഒമേഗ ആണ് നമ്മളുടെ ഇൻഡ്യൂസ്ഡ് ഒമേഗ ഫ്രീക്വൻസിയാണ്, ടൈം ടി ആണ് അല്ലേ. ഇ ഈക്വൽ ടു ഇ എം സൈൻ തീറ്റ ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി. ഇക്വേഷൻ ഓഫ് ദ ആൾട്ടർനേറ്റിംഗ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഐ. കറണ്ട് ഐൻ്റെ ഇക്വേഷൻ എന്താണ്? ഐ എം സൈൻ ഒമേഗ ടി. വേർ ഒമേഗ എന്ന് പറഞ്ഞ ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി നമുക്കറിയാം 2πf ആണ്. നിങ്ങൾ മുമ്പ് ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കും. ഇതിൽ ഫുള്ള് നിങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതെന്തൊക്കെയാണെന്നുള്ളതെന്ന് പറയുന്നേ ഉള്ളൂ. ദ എബവ് ഇക്വേഷൻസ് ഓഫ് ദ വോൾട്ടേജ് ആൻഡ് കറണ്ട് ക്യാൻ ബി റിട്ടൺ ആസ് ഇ ഇസ് ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി എന്നായിരുന്നല്ലോ അല്ലേ നമ്മളുടെ ഇക്വേഷൻ. അപ്പോൾ ഈ ഒമേഗ ടിക്ക് ഒമേഗക്ക് നമ്മൾ എന്താണ് കൊടുത്തത്? 2πf ആണ്. അതാണ് ഇ ഈക്വൽ ടു ഇ എം സൈൻ 2πf ടി എന്നാക്കി മാറ്റിയത്. അതായത് ഒമേഗക്ക് പകരം നമ്മളിവിടെ എന്ത് കൊടുത്തു? 2πf എന്ന് കൊടുത്തു. അസ് ഈക്വൽ ടു ഇ എം സൈൻ എഫ് ടി. 2π/t നമുക്കറിയാം. എഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം? എഫ് ഇസ് ഈക്വൽ ടു 1/t ആണ് അല്ലേ, നമുക്കറിയാലോ. ടി ഇസ് ഈക്വൽ ടു എന്താണെന്ന് നമുക്കറിയാം? 1/f ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണ് അവിടെ എന്തായി മാറിയത്? 2π/t ആയി മാറിയത്. ആൻഡ് ഐ ഇസ് ഈക്വൽ ടു ഐ എം സൈൻ 2πft. അത് നമ്മൾ ഒമേഗക്ക് 2πf കൊടുത്തതാണ്. ആ 2π എന്താണ്? എഫിന് നമ്മൾ 1/t കൊടുത്തിട്ടാണ്, ടിക്ക് നമ്മൾ 1/f കൊടുത്തിട്ടാണ് ഇവിടെ എന്തായി മാറിയത്? 2π/t ആയിട്ട് മാറിയത്. വേർ ടി ഇസ് ഈക്വൽ ടു ടൈം പീരിയഡ് ആണ്. അതിന് നമുക്ക് എന്ത് പറയാം? 1/f എന്ന് കൊടുക്കാം. അങ്ങനെയാണ് ആ ഇക്വേഷനിൽ എഫ് മാറിയിട്ട് അത് 1/t എന്നുള്ള ആ /t അതാണ് ആ ക്യാപിറ്റൽ ടി ഡിനോട്ട് ചെയ്യുന്നത്. എഫിന് നമ്മൾ എന്ത് കൊടുത്തു? 1/t കൊടുത്തതാണത്. ഓക്കെ, അങ്ങനെയാണ് ഇൻഡ്യൂസ് കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഒന്ന് ഇ ഈക്വൽ ടു ഇ എം സൈൻ 2π/t ഇൻറ്റു ടി. കറണ്ട് എന്ന് പറയുന്നത് ഐ എം സൈൻ 2π/t ഇൻറ്റു ടി. ആ 2π/t ആയത് എങ്ങനെയാണെന്ന് പറഞ്ഞു. എഫ് ആദ്യം ഒമേഗനെ മാറ്റിയിട്ടാണ് നമ്മൾ 2πf ആക്കിയത്. പിന്നെ അതിലത്തെ എഫിനെ മാറ്റിയിട്ടാണ് നമ്മൾ 1/t കൊടുത്തത്. ഓക്കെ, അങ്ങനെയാണത് എന്തായത് 2π/t എന്നായി മാറിയത്. അതാണ് ഇക്വേഷൻ ഓഫ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജും കറണ്ടും. ഒന്ന് ഇ എമ്മും ഒന്ന് ഐ എം. ആ രണ്ട് ഇക്വേഷൻസും എപ്പോഴും ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഒരു സൈക്കിൾ എന്താണെന്നുള്ളത് നോക്കാം. ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് സർക്യൂട്ടിൽ ഒരു കംപ്ലീറ്റ് സൈക്കിൾ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സൈക്കിളിനെ പറയുന്നത് എങ്ങനെയാണ് ഡെഫിനിഷൻ. One complete set of positive and negative values of alternating quantity is known as a cycle, and one complete cycle is used to spread over 360 degrees. 0 to 360 ആകുമ്പോഴല്ലേ നമ്മളൊരു ഫുൾ സൈക്കിൾ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ. അതായത് വൺ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി ഒരു ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ടൈം ടേക്കൺ ബൈ ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ. ഒരു വൺ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈം പീരിയഡ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഒരു 50 ഹെർട്സ് ഉള്ള ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ടൈം പീരിയഡ് എന്തായിരിക്കും? 1/50 സെക്കൻഡ് ആയിരിക്കും. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. അടുത്ത ഫ്രീക്വൻസി എന്താണെന്ന് നോക്കാം. ഇതൊക്കെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ദ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താണ്? ഹെർട്സ് ആണ്. എഫ് ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസി എഫ് ഇസ് ഈക്വൽ ടു PN/120. ഇതൊരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സർക്യൂട്ടിലെ കാര്യമാണ് പറയുന്നത്. PN/120. പി എന്ന് പറയുന്നത് റെവല്യൂഷൻസ് ആണ്. നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇൻ റൊട്ടേഷൻ പെർ മിനിറ്റ്, അതാണ് RPM. പി എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസ് ആണ്. ഇനി ആ ഫ്രീക്വൻസി വെച്ചിട്ടൊരു എക്സാമ്പിൾ താഴെ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, an alternator having 20 poles and running at 300 rotation per minute, it will generate a alternating voltage and current whose frequency is. അതായത് അതിൻ്റെ നമ്പർ ഓഫ് പോൾസും തന്നിട്ടുണ്ട്, അതിൻ്റെ റൊട്ടേഷൻസും തന്നിട്ടുണ്ട്, എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രീക്വൻസി കണ്ടുപിടിച്ചൂടെ? ഫ്രീക്വൻസി എഫ് ഇസ് ഈക്വൽ ടു PN/120 എന്നാണ്. നമുക്കറിയാം പി ഇവിടെ 20 ആണ്, N 300 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 20 × 300/120 അങ്ങനെയാണ് 50 ഹെർട്സ് കിട്ടുന്നത്.
ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദ ഫ്രീക്വൻസി ഈസ് ഗിവൺ ബൈ ദ റെസിപ്രോക്കൽ ഓഫ് ദ ടൈം പീരിയഡ്. അതായത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടൈം പീരിയഡിൻ്റെ റെസിപ്രോക്കൽ ആണെന്ന്. അതായത് 1/t എന്ന് പറഞ്ഞാൽ എഴുതുന്നതിനാണ് നമ്മൾ റെസിപ്രോക്കൽ എന്ന് പറയുക. അതല്ലെങ്കിൽ ടൈം പീരിയഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/f എന്ന് എഴുതാം. രണ്ടും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാം. ഇനി ഒരു ആംപ്ലിറ്റ്യൂഡ് എന്താണ്? ദ മാക്സിമം വാല്യൂ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓഫ് എൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഇസ് നോൺ ആസ് ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ്. അതായത് ഒരു മാക്സിമം വാല്യൂ, അതായത് നമ്മളൊരു വേവ് ഫോം വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ മാക്സിമം വാല്യൂ അത് പോസിറ്റീവ് ഓഫ് നെഗറ്റീവ് ആവാം. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒരു റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ? ദ RMS വാല്യൂ ഇസ് ഗിവൺ ബൈ ദാറ്റ് ദ സ്റ്റഡി കറൻറ്റ് വിച്ച് വെൻ ഫ്ലോയിങ് ത്രൂ എ സർക്യൂട്ട് produces the same heat produced by the alternating current when flowing through the same circuit for the same time. ഒരു RMS വാല്യൂ, ഒരു ആൾട്ടർനേറ്റിംഗ് കറൻറ്റിലെ ഒരു RMS വാല്യൂ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി കറൻറ്റ് ഒരു സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? is same as the heat produced by the alternating current when flowing through the same circuit for the same time. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? RMS വാല്യൂ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഡെഫിനിഷൻ പറഞ്ഞത്? എങ്ങനെയാണ്? ഒരു കറൻറ്റ് ഒരു ഗിവൺ സർക്യൂട്ടിലൂടെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ഒരു ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് എന്താണ്? ഒരു സെയിം സർക്യൂട്ടിലൂടെ അതേ സമയം പോകുന്ന അതേ ഹീറ്റ് തന്നെ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യാമെന്ന്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എഫക്റ്റീവ് ഓർ വെർച്വൽ വാല്യൂ ഓഫ് ദ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ്. RMS വാല്യൂവിനെ നമുക്ക് ഒന്നെങ്കിൽ എഫക്റ്റീവ് വാല്യൂ അതല്ലെങ്കിൽ വെർച്വൽ വാല്യൂ എന്നും പറയാം. I is equal to Im/√2. ആൾട്ടർനേറ്റിംഗ് കറൻറ്റ് Im/√2, അതിൻ്റെ വാല്യൂ ആണ് 0.707 Im. Hence we find that for a symmetrical sinusoidal current RMS value is 0.707 into maximum value of current. Okay. Im എന്ന് പറയുന്നത് നമ്മളുടെ മാക്സിമം കറണ്ടാണ്. Imax ആണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഒരു സൈനുസോയിഡൽ ആയിട്ടുള്ള ഒരു കറൻറ്റിൻ്റെ RMS വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0.707 ഇൻറ്റു Im ആയിരിക്കും. Im എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട്. The ammeters and voltmeters record the RMS value of an alternating current and voltage respectively. അമ്മീറ്ററും വോൾട്ട്മീറ്ററും ആണ് എന്ത്? കറൻറ്റ് മെഷർ ചെയ്യാനും വോൾട്ടേജ് മെഷർ ചെയ്യാനും യൂസ് ചെയ്യുന്നത്. വാല്യൂസ് ഓഫ് ദ ഗിവൺ കറൻറ്റ് ആൻഡ് വോൾട്ടേജ് ആർ ഓൾവേസ് RMS വാല്യൂസ്. അതിൽ കിട്ടുന്ന അമ്മീറ്ററിലും വോൾട്ട്മീറ്ററിലും കിട്ടുന്ന ആ വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? RMS വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു RMS വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു DC കറൻറ്റ് ഒരു സർക്യൂട്ടിലൂടെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഫ്ലോ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹീറ്റ് ഉണ്ടല്ലോ, അതേ ഹീറ്റ് തന്നെ ആയിരിക്കും ഒരു ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് ഒരു സെയിം സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുമ്പോഴും. അപ്പോൾ കിട്ടുന്ന ആ വാല്യൂനെയാണ്, ആ കറൻറ്റിൻ്റെ വാല്യൂ, അതിനാണ് നമ്മളെന്ത് പറയുന്നത്? RMS വാല്യൂ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒരു ആവറേജ് വാല്യൂ എന്നുള്ളത് നോക്കാം. ആവറേജ് വാല്യൂ IA ഡിനോട്ട് ചെയ്യുന്നത് IA is of an alternating current is expressed by that steady current which transfers across any circuit the same charge as is transferred by that alternating current during the same time. ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി കറൻറ്റ് ഒരു സർക്യൂട്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സ്റ്റഡി കറൻറ്റ് എന്ന് പറയുന്നത് സ്റ്റഡി കറൻറ്റ് കാരണം ഉണ്ടാകുന്ന ചാർജ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് അതേ ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈം തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ദ ആവറേജ് വാല്യൂ ഈസ് എക്സ്പ്രസ്ഡ് ബൈ ദാറ്റ് സ്റ്റഡി കറൻറ്റ്, ഒരു കറൻറ്റാണ് വിച്ച് ട്രാൻസ്ഫേഴ്സ് എക്രോസ് എനി സർക്യൂട്ട്, ഒരു സർക്യൂട്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന സ്റ്റഡി കറൻറ്റ് എന്ന് പറയുന്നത് സെയിം ചാർജാണ് ട്രാൻസ്ഫർ ചെയ്യുക ആസ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ ദ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ്. അതായത് ഒരു സ്റ്റഡി കറൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സെയിം ചാർജ് തന്നെയാണ് ഒരു ഓൾട്ടർനേറ്റിംഗ് കറൻറ്റും എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് എ സിമെട്രിക്കൽ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ്, അതായത് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിൻ്റെ കേസിൽ, അതായത് വൺ ഹൂസ് 2 ഹാഫ് സൈക്കിൾസ് ആർ എക്സാക്ട്ലി സിമിലർ. അതായത് നമുക്കറിയാം ഒരു സൈൻ വേവിൻ്റെ നമുക്കറിയാം അതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് സൈക്കിളും സെക്കൻഡ് ഹാഫ് സൈക്കിളും സെയിം ആണ്. നമുക്കൊരു സൈൻ വേവ് എങ്ങനെയാണെന്നുള്ളത് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്.
അപ്പോൾ ഈ ഇങ്ങനത്തെ സൈൻ വേവിൻ്റെ കേസിൽ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഫോർ എ കംപ്ലീറ്റ് സൈക്കിൾ ഈസ് 0. കാരണം ഇൻ ദെയർ കേസ് ദ ആവറേജ് വാല്യൂ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ആഡിങ് ഓർ ഇൻറ്റഗ്രേറ്റിംഗ് ദ ഇൻസ്റ്റൻറ്റ് വാല്യൂസ് ഓഫ് കറൻറ്റ് ഓവർ 1 ഹാഫ് സൈക്കിൾ ഓൺലി. നമുക്കറിയാം ഈ സൈനസോയിഡിലെ കേസിൽ 2 ഹാഫ് സൈക്കിളും എക്സാക്ട്ലി സിമിലർ ആണെന്ന് നമുക്കറിയാം. അങ്ങനത്തെ കേസിൽ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഈ ആവറേജ് വാല്യൂ ഇങ്ങനത്തെ കേസിൽ ഒബ്റ്റെയിൻ ചെയ്ത് നമ്മളിങ്ങനെ ഒന്നെങ്കിൽ ആഡ് ചെയ്തിട്ട് അതല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും ഓവർ 1 ഹാഫ് സൈക്കിൾ, ഒരു ഹാഫ് സൈക്കിളിൻ്റെ മാത്രം. അതല്ലാണ്ട് നമ്മളൊരു കംപ്ലീറ്റ് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ അവരുടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ആൻ അൺസിമെട്രിക്കൽ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ്, അതായത് സിമെട്രിക്കൽ ആകുമ്പോൾ നമ്മൾ പറഞ്ഞു 2 ഹാഫ് സൈക്കിളും സിമിലർ ആണ്. പക്ഷെ അൺസിമെട്രിക്കൽ ആകുമ്പോൾ 2 ഹാഫ് സൈക്കിളും ഡിഫറെൻ്റ് ആയിരിക്കും. അവിടെ അത് ആവറേജ് വാല്യൂ മസ്റ്റ് ഓൾവേസ് ബി ടേക്കൺ ഓവർ ദ ഹോൾ സൈക്കിൾ. അങ്ങനത്തെ അൺസിമെട്രിക്കൽ ആയിട്ടുള്ള കേസിൽ നമ്മൾ ആവറേജ് വാല്യൂ കാണുകയാണെങ്കിൽ നമ്മൾ എന്തെടുക്കണം? ഒരു ഹോൾ സൈക്കിളിൻ്റെ തന്നെ എടുക്കണം. സിമെട്രിക്കലിൻ്റെതാണ് നമ്മൾ ആവറേജ് വാല്യൂ കാണുന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഹാഫ് സൈക്കിളിൻ്റെത് മാത്രം കൺസിഡർ ചെയ്താലേ നമുക്ക് വാല്യൂ ഉണ്ടാവുള്ളൂ. അതല്ലാണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതെന്തായി പോകും? 0 ആയിട്ട് പോകും. അതാണ് സിമെട്രിക്കലും അൺസിമെട്രിക്കലും ആവറേജ് വാല്യൂ കാണുമ്പോഴുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഐ ആവറേജ് ഇസ് ഈക്വൽ ടു I1 + I2 + IN ബൈ N. നമുക്കറിയാം ആഡ് ചെയ്താണ് ഓരോ സൈക്കിളിൻ്റെയാണ് I1 I2 IN എന്ന് പറയുന്നത് ഓരോ സൈക്കിളിൻ്റെയാണ്. അപ്പോൾ ഐ ആവറേജ് ഇസ് ഈക്വൽ ടു 2IM ബൈ പൈ. പിന്നെ ആ 2 ക്യാൻസൽ ചെയ്തിട്ടാണ് IM/π/2 ആവുന്നത്. അതായത് ഐ ആവറേജ് എന്ന് പറയുന്നത് ട്വൈസ് ദ മാക്സിമം കറൻറ്റ് ബൈ പൈ. അതാണ് ഐ ആവറേജിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ട്വൈസ് ദ മാക്സിമം കറൻറ്റ്, ട്വൈസ് 2 ഇൻറ്റു മാക്സിമം കറൻറ്റ് IM, അതാണ് 2IM/π എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ ആണ് 0.637 IM. നമുക്കറിയാം പൈനൊരു വാല്യൂ ഉണ്ടല്ലോ അല്ലേ, 3.14. ആ 2/3.14 ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടണം? 0.637 കിട്ടുന്നത്, IM കിട്ടുന്നത്. അപ്പോൾ ഒരു ആവറേജ് വാല്യൂ ഓഫ് എ കറൻറ്റ് എന്ന് പറയുന്നത് 0.637 ഇൻറ്റു മാക്സിമം വാല്യൂ ആണ്. മാക്സിമം വാല്യൂ ഓഫ് കറൻറ്റ് ആണ്. അപ്പോൾ ബേസിക്കായിട്ട് നിങ്ങൾ ഇതിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെ എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇക്വേഷൻസും ഐ ആവറേജിൻ്റെ ഇക്വേഷനും അറിഞ്ഞിരുന്നാൽ മതി. ഇനി എന്താണ് ഫോം ഫാക്ടർ നോക്കാം. ഫോം ഫാക്ടർ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളതാണ് KF എന്ന് പറയുന്നത്. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ ആണ്. RMS വാല്യൂ നമ്മൾ നേരത്തെ കണ്ടു 0.707 IM ആണ്. ആവറേജ് വാല്യൂ നമ്മൾ കണ്ടു 0.637 IM. അപ്പോൾ നിങ്ങൾ പ്രോബ്ലംസിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഫൈൻഡ് ആവറേജ് വാല്യൂ, ഫൈൻഡ് RMS വാല്യൂ എന്നൊക്കെ പറയുമ്പോൾ ഇത് അറിഞ്ഞിരുന്നാൽ മതി. ഏത് 0.707 IM-ഉം 0.637 IM-ഉം അറിഞ്ഞിരുന്നാൽ മതി. ബാക്കി ഞാൻ അവിടെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് അതിലുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ RMS വാല്യൂ എന്താണെന്ന് പറഞ്ഞാൽ 0.707 IM എന്നുള്ളത് ഓർത്തിരിക്കുക. ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0.637 IM എന്നുള്ളതാണ് ഓർത്തിരിക്കുക. അപ്പോൾ IM ക്യാൻസൽ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 1.1 കിട്ടുന്നത്. ഇത് സൈനസോയിഡൽ ആൾട്ടർനേറ്റിംഗ് കറൻറ്റിൽ മാത്രമാണ്. ഇൻ ദ കേസ് ഓഫ് സൈനസോയിഡൽ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഫോം ഫാക്ടർ എന്ന് പറയുന്നത് എന്താവും? 0.707 EM ബൈ 0.637 EM. IM എന്ന് പറയുന്നത് കറൻറ്റിൻ്റെ കേസാണ്, EM എന്ന് പറയുന്നത് വോൾട്ടേജിൻ്റെ കേസിലാണ്. ഓക്കെ, IM-ഉം EM-ഉം മാറിപ്പോരുത്. IM കറൻറ്റും EM വോൾട്ടേജും. അങ്ങനെയാണ് 1.11 കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ക്രസ്റ്റ് ഓർ പീക്ക് ഓർ ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ. ക്രസ്റ്റ് വേറെ പീക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ എന്ന് പറയാം. അതാണ് KA ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ KA ആണ് ക്രസ്റ്റ്, അതല്ലെങ്കിൽ പീക്ക്, അതല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ. ഇനി ക്രസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ബൈ RMS വാല്യൂ ആണ്. അത് കറൻറ്റിൻ്റെ കേസിലാണ്. മാക്സിമം വാല്യൂ എന്താണ് കറൻറ്റിൻ്റെ കേസിൽ? IM ആണ്. RMS വാല്യൂ നമ്മൾ നേരത്തെ കണ്ടു IM/√2. IM/√2 ആണ് നമ്മൾ എന്തായി മാറിയത്? 0.707 IM ആയിട്ട് മാറിയത്. അപ്പോൾ IM-ഉം ക്യാൻസൽ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? അവിടെ √2 കിട്ടിയത്. അതിൻ്റെ വാല്യൂ ആണ് 1.414. അതും സൈനസോയിഡൽ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ്സിന് മാത്രമാണ്. അപ്പോൾ ക്രസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ക്രസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? √2 ആണ്, 1.414 ആണ്. ക്രസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, മാക്സിമം വാല്യൂ ബൈ RMS വാല്യൂ ആണെന്നുള്ളത്. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ ആണ്. ഇനി കറൻറ്റിൻ്റെ കേസാണ് നമ്മളത് പറഞ്ഞത്. വോൾട്ടേജിൻ്റെ കേസാണെങ്കിലോ IM മാറ്റിയിട്ട് എന്താക്കിയാൽ മതി? EM ആക്കിയാൽ മതി. ഓക്കെ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഫോം ഫാക്ടറും ക്രസ്റ്റ് ഫാക്ടറും. ഒന്ന് RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ ആണ്, ഒന്ന് മാക്സിമം വാല്യൂ ബൈ RMS വാല്യൂ ആണ്. പിന്നെ അതിന് മുന്നേ പഠിച്ച RMS വാല്യൂ ആവറേജ് വാല്യൂ എന്താണെന്നുള്ളത് ആ വാല്യൂസ് 0.707 IM-ഉം 0.637 IM-ഉം ഓർത്തിരിക്കുക.
ഇനി പവർ ഫാക്ടർ എന്താണെന്ന് നോക്കാം. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ പവർ ഇസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു സം അതർ ഫോം. അതായത് ഇലക്ട്രിക്കൽ എനർജീനെ വേറെ ഏതെങ്കിലും ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പെർ യൂണിറ്റ് ടൈമിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ ഫാക്ടർ. അതായത് എത്ര എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജീനെയാണ് നമ്മൾ വേറൊരു ഫോമിലേക്ക് മാറ്റിയത് ഇത്ര ടൈമിനുള്ളിൽ, ആ ഒരു പെർട്ടിക്കുലർ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ട്രാൻസ്ഫേർഡ് ടു അതർ ഫോം പെർ യൂണിറ്റ് ടൈം. ഇനി അപ്പാരൻറ്റ് പവർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അപ്പാരൻറ്റ് പവർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് ദ എലമെൻറ്റ് ഇൻറ്റു കറണ്ട് അക്രോസ് ദ എലമെൻറ്റ്. ഇതിനാണ് നമ്മൾ അപ്പാരൻറ്റ് പവർ എന്ന് പറയുന്നത്. ഒരു എലമെൻറ്റിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഇൻറ്റു ഒരു എലമെൻറ്റിന് അക്രോസ് ഉള്ള കറണ്ട്. ഇറ്റ് ഈസ് അപ്ലൈഡ് ടു ദ സർക്യൂട്ട്. ഇറ്റ്സ് യൂണിറ്റ് ഈസ് വോൾട്ട് ആംബിയർ. അതിൻ്റെ യൂണിറ്റ് വോൾട്ട് ആംബിയർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എസ്. ക്യാപിറ്റൽ എസ് ആണ് എന്ത്, അപ്പാരൻറ്റ് പവർ നമ്മളെപ്പോഴും ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. ഇനി ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ എ ഫ്രാക്ഷൻ ഓഫ് ദിസ് ടോട്ടൽ ഇലക്ട്രിക്കൽ പവർ വിച്ച് ഡസ് യൂസ്ഫുൾ വർക്ക്. അതായത് ഇലക്ട്രിക്കൽ പവറിൻ്റെ ഒരു ഫ്രാക്ഷൻ എടുക്കുക. അതായത് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് മൊത്തം ടോട്ടൽ ഇലക്ട്രിക്കൽ പവറിന്ന് ഒരു കുറച്ച് ഫ്രാക്ഷൻസ് എടുത്തിട്ട് ആ ഫ്രാക്ഷൻ ചെയ്യുന്ന യൂസ്ഫുൾ വർക്കായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫ്രാക്ഷൻ, ആ ഒരു എടുത്ത ഫ്രാക്ഷൻ ഓഫ് എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്റ്റീവ് പവർ എന്ന് പറയുന്നത്. ആക്റ്റീവ് പവർ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ പി ആണ്. ഇനി ആക്റ്റീവ് പവറിൻ്റെ ഇക്വേഷനാണ് ടോട്ടൽ ഇലക്ട്രിക്കൽ പവർ ഇൻറ്റു കോസ് ഫൈ. ടോട്ടൽ ഇലക്ട്രിക്കൽ പവറിൻ്റെ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ബേസിക് ക്ലാസ്സിൽ ഓംസ് ലോ പഠിച്ചിരുന്ന സമയത്ത് നമുക്കറിയാം പവർ എന്തായിരുന്നു, വി ഐ ആയിരുന്നു അല്ലേ. പി ഇസ് ഈക്വൽ ടു വി ഐ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അതാണ് ഇവിടെ ടോട്ടൽ ഇലക്ട്രിക് പവർ എന്നുള്ളത് നമ്മൾ എന്തായത് അടുത്ത ഇക്വേഷനിൽ വി ഐ ആയി മാറിയത്. കോസ് ഫൈ എന്നുള്ളത് അതുപോലെ തന്നെ എഴുതി. ഇറ്റ്സ് യൂണിറ്റ് ഇസ് വാട്ട്. ഇതിൻ്റെ ആക്റ്റീവ് പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. അപ്പോൾ അപ്പാരൻറ്റ് പവർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ആ ടോട്ടൽ ഇലക്ട്രിക് പവറിൻ്റെ ഒരു ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ ഇലക്ട്രിക്കൽ പവറാണ് വിച്ച് ഡസ് യൂസ്ഫുൾ വർക്ക്. അതിനെയാണ് നമ്മൾ ആക്റ്റീവ് പവർ എന്ന് പറയുന്നത്. ആക്റ്റീവ് പവർ പി ആണ്, അപ്പാരൻറ്റ് പവർ എസ് ആണ്. ഇത്രയും കാര്യമാണ് ഇതിൽ അറിഞ്ഞിരിക്കാനുള്ളത്. ഇനി റിയാക്റ്റീവ് പവർ അപ്പാരൻറ്റ് പവറിൽ ആക്റ്റീവ് പവറിൽ നമ്മൾ പറഞ്ഞു ആ ഫ്രാക്ഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് വിച്ച് ഡസ് യൂസ്ഫുൾ വർക്ക്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ റിയാക്റ്റീവ് പവറിൻ്റെ കേസിൽ അത് വിച്ച് ഡസ് നോട്ട് നോ യൂസ്ഫുൾ വർക്ക്സ് ഒന്നും ചെയ്യുന്നില്ല. ബട്ട് ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ ആക്റ്റീവ് വർക്ക് ടു ബി ഡൺ. റിയാക്റ്റീവ് പവറിൻ്റെ കേസിൽ ഈ പവർ യൂസ്ഫുൾ വർക്ക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ആക്റ്റീവ് പവറിൻ്റെ വർക്കിങ്ങിന് നമുക്ക് എന്താവശ്യമാണ്, റിയാക്റ്റീവ് പവർ ആവശ്യമാണ്. വി ഡിനോട്ട് ഇറ്റ് വിത്ത് ക്യൂ. അതാണ് റിയാക്റ്റീവ് പവർ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് ക്യൂ. ആക്റ്റീവ് പവർ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് പി. അപ്പാരൻറ്റ് പവർ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് എസ്. അപ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു റിയാക്റ്റീവ് പവർ, ഇറ്റ്സ് ഈക്വൽ ടു ടോട്ടൽ ഇലക്ട്രിക്കൽ പവർ ഇൻറ്റു സൈൻ ഫൈ. പവറിനെയാണ് നമ്മൾ പീനെ മാറ്റിയിട്ടാണ് നമ്മളവിടെ എന്താക്കിയത്, വി ഐ ആക്കി മാറ്റിയത്. ഓക്കെ, ഇറ്റ്സ് യൂണിറ്റ് ഇസ് VAR, വോൾട്ട് ആംബിയർ റിയാക്റ്റീവ്. മാത്തമാറ്റിക്കലി എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. നമുക്കറിയാം എസ് എന്ന് പറയുന്നത് നമ്മളുടെ എന്തായിരുന്നു, അപ്പാരൻറ്റ് പവർ ആയിരുന്നു. പി എന്ന് പറയുന്നത് ആക്റ്റീവ് പവർ ആയിരുന്നു. ക്യൂ എന്ന് പറയുന്നത് റിയാക്റ്റീവ് പവർ ആയിരുന്നു. അപ്പോൾ അപ്പാരൻറ്റ് പവർ ഇസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് അപ്പാരൻറ്റ് പവർ ഇസ് ഈക്വൽ ടു സം ഓഫ് സ്ക്വയർ ഓഫ് ആക്റ്റീവ് പവർ പ്ലസ് റിയാക്റ്റീവ് പവർ. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക്കൽ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് പവർ ഡിവൈഡഡ് ബൈ അപ്പാരൻറ്റ് പവർ ആണ്. അതായത് കോസ് ഫൈ ഇസ് ഈക്വൽ ടു ആക്റ്റീവ് പവർ ബൈ അപ്പാരൻറ്റ് പവർ. ദിസ് പവർ ഫാക്ടർ ക്യാൻ ഗെറ്റ് വാല്യൂസ് ഇൻ ദ റേഞ്ച് ഫ്രം 0 to 1. പവർ ഫാക്ടറിൻ്റെ വാല്യൂസ് എവിടെ മുതൽ എവിടെ വരെ വാരി ചെയ്യും, 0 to 1 വരെ വാരി ചെയ്യും. When all the power is reactive power with no real power, the power factor is 0. അതായത് നമ്മുടെ കയ്യിലുള്ള എല്ലാ പവറും റിയാക്റ്റീവ് പവർ. നമ്മൾ പറഞ്ഞു റിയാക്റ്റീവ് പവർ നമ്മൾ യൂസ്ഫുൾ വർക്ക്സിനൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാ പവറും നമുക്ക് റിയാക്റ്റീവ് പവർ ആണെങ്കിൽ അവിടെ പവർ ഫാക്ടർ എന്തായിരിക്കും, 0 പവർ ആയിരിക്കും. അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഇൻഡക്റ്റീവ് ലോഡ് എന്ന് പറയുക. പിന്നെ വെൽ ഓൾ ദ പവർ ഈസ് റിയൽ പവർ വിത്ത് നോ റിയാക്റ്റീവ് പവർ. അതായത് റിയാക്റ്റീവ് പവേഴ്സ് ഒന്നുമില്ല, പക്ഷെ ഉള്ളതെല്ലാം റിയൽ പവർ ആണെങ്കിൽ അവിടെ പവർ ഫാക്ടർ എന്തായിരിക്കും, 1 ആയിരിക്കും. പവർ ഫാക്ടർ എന്തായാലും വാരി ചെയ്യുന്നത് എവിടെ മുതൽ എവിടം വരെയാണ്, 0 to 1 ആണ്. അതുകൊണ്ടാണ് അതെന്തായിരുന്നത്, ഒരു കേസിൽ നമ്മൾ പവർ ഫാക്ടർ 0 ആവുന്നത് എപ്പോഴാണ്, റിയാക്റ്റീവ് പവർ യൂസ് ചെയ്യുമ്പോഴാണ്. നമ്മൾ റിയൽ പവർ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ പവർ ഫാക്ടർ എന്തായിരിക്കും, 1 ആയിരിക്കും. ഇങ്ങനെ 2 കേസസാണ് എന്തിലുള്ളത്, പവറിൻ്റെ കേസസിൽ അറിഞ്ഞിരിക്കാനുള്ളത്. ആക്റ്റീവ് പവർ, ഈ 3 കാര്യങ്ങളാണ് എന്തുള്ളത്, അപ്പാരൻറ്റ് പവർ, ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ എന്താണെന്നുള്ള കണക്ഷൻസ് പഠിച്ചിരിക്കുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് സർക്യൂട്ട്സിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്കിനി ബാക്കി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഇതിലുള്ള ബേസിക് ഇക്വേഷൻസ്, ബേസിക് ഡെഫിനിഷൻസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. കാരണം പ്രോബ്ലംസ് ചെയ്യാനൊക്കെ നമ്മളുടെ RMS വാല്യൂ, ആവറേജ് വാല്യൂ, ഫോം ഫാക്ടർ, അങ്ങനത്തെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം കറണ്ട് IM, EM ആ വാല്യൂസൊക്കെ എന്തായാലും നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും അറിഞ്ഞിരിക്കുക എന്തായാലും കേട്ടോ. ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതിയെടുക്കുകയും ചെയ്യാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. നമ്മളെ പവർ ഫാക്ടറിൻ്റെ കാൽക്കുലേഷനും കൂടെ നോക്കാനുണ്ട്. പവർ ഫാക്ടർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്, വി മെഷർ ദ സോഴ്സ് വോൾട്ടേജ് ആൻഡ് ദ കറണ്ട് ഡ്രോൺ യൂസിങ് ദ വോൾട്ട് മീറ്റർ ആൻഡ് അമ്മീറ്റർ ആൻഡ് എ വാട്ട് മീറ്റർ ഈസ് യൂസ്ഡ് ദ കറണ്ട് യൂസ് ടു ഗെറ്റ് ദ ആക്റ്റീവ് പവർ. നമുക്കറിയാം കറണ്ട് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അമ്മീറ്റർ, വോൾട്ടേജ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് വോൾട്ട് മീറ്റർ. അപ്പോൾ പവർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സംഭവമാണ് എന്ത്, വാട്ട് മീറ്റർ. അപ്പോൾ വാട്ട് മീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, പവർ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്കറിയാം പവർ ഫാക്ടർ നമ്മൾ നേരത്തെ കണ്ടു, PVI cos phi വാട്ടാണ് അല്ലേ. അപ്പോൾ കോസ് ഫൈ എന്നുള്ളത് നമുക്ക് അതിന് എന്തൊക്കെ എഴുതാം, P/VI എന്ന് എഴുതാം. P എന്ന് പറഞ്ഞാൽ നമുക്ക് പവറിൻ്റെ റീഡിങ്, അതായത് വാട്ട് മീറ്റർ റീഡിങ് ഡിവൈഡഡ് ബൈ വോൾട്ട് മീറ്റർ റീഡിങ് ഇൻറ്റു അമ്മീറ്റർ റീഡിങ്. ഇതാണ് പവർ ഫാക്ടറിൻ്റെ കാൽക്കുലേഷൻ. എങ്ങനെയാണ് നമ്മൾ പവർ ഫാക്ടർ കണ്ടുപിടിക്കുക ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് സർക്യൂട്ടിൽ. അപ്പോൾ ഇതും കൂടെ ഉള്ളൂ ഈ ഒരു സെക്ഷനിൽ അറിഞ്ഞിരിക്കാനുള്ളത്. ബാക്കി നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.